വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് കടങ്കഥകൾ ചോദിക്കും. അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ പറയണം. വെറും 10 സെക്കൻഡ്സിനുള്ള നിങ്ങൾ ആ ഉത്തരം പറയണം. ഓക്കെ, ഞാൻ എൻ്റെ ആൻസർ പറയും. ഞാൻ പറയും കടങ്കഥയാണോ കുസൃതി ചോദിച്ചു. ചിലപ്പോൾ ഞാനിപ്പോൾ കടങ്കഥയായിരിക്കും ചോദിക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ. അടുത്ത നമുക്ക് കുസൃതി ചോദ്യമാണോ ഞാൻ ചോദിക്കുന്നതെങ്കിൽ ഞാൻ പറയും. ഫസ്റ്റ് ഒരു കുസൃതി ചോദ്യമാണ് ചോദിക്കുന്നത്. ഓക്കെ, എത്ര എഴുതിയാലും ശരിയാവാത്തത് എന്ത്? ചോദ്യം 1, എത്ര എഴുതിയാലും ശരി ആവാത്തത് എന്ത്? ടൈം സ്റ്റാർട്ട്സ് നൗ. ടൈം ഔട്ട്. അപ്പൊ ഞാൻ അതിന്റെ ആൻസർ പറയാൻ പോവാണ്. ഉത്തരം തെറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏത് ചോദിക്കാം? ഇതും ഒരു കുസൃതി ചോദ്യമാണ്. അത് കുറച്ച് ഇതാണ് കേട്ടോ, ഞാൻ പറയാം. ഇത് ബുദ്ധിയുള്ളവർക്കേ കിട്ടുള്ളൂ. 2 ബക്കറ്റില് വെള്ളമുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോ, വെള്ളമുണ്ട്. ഓക്കെ, വെള്ളമുണ്ട്. ആ ബക്കറ്റുകളെ കുത്തിയിട്ടും അതിൻ്റെ അടുത്ത് വെള്ളം പോകുന്നില്ല. എന്തുകൊണ്ട്? ടൈം സ്റ്റാർട്ട്സ് നൗ. ടൈം ഔട്ട്. ഞാൻ പറയട്ടെ, ഉത്തരം അതിനകത്ത് മുണ്ടല്ലേ ഉള്ളേ, അപ്പം എങ്ങനെ വെള്ളം പോവാ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുക? കണക്കിലെ കുസൃതികൾ ചോദിക്കാം കേട്ടോ. ഫസ്റ്റ്, ഒരു വിമാനത്തിൽ ഒരു 50 കല്ലുണ്ട്. അതിൽ 0 പോയാൽ എത്ര? ഒരു വിമാനത്തിൽ 50 കല്ലുണ്ട്, അതിൽ 0 പോയാൽ എത്ര? ടൈം സ്റ്റാർട്ട്സ് നൗ. ടൈം ഔട്ട്. ഞാൻ പറയാം, അതിൽ 5 കല്ലുണ്ടാവും. ഓക്കെ, അടുത്തത് ഒരു കണക്കിലെ കുസൃതിയാണ്. ശ്രദ്ധിച്ചെടുത്ത് കണക്കിലെ കുസൃതിയാണ്. ഒരു ആനയും ഉറുമ്പും കൂടി മത്സരം വെച്ചു. ഉറുമ്പ് ആനേനെ തൊട്ടിട്ട് ഓട്ടോടി. ആന അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടിയപ്പം ആന അവിടെ കിടന്നു. ആന മരിച്ചു. എന്തുകൊണ്ട്? ഒന്നുകൂടി പറയാം. ഒരു ആനയും ഉറുമ്പും കൂടി മത്സരം വെക്കുമ്പോൾ ആ ഉറുമ്പ് ആനേനെ വെറുതെ ചവിട്ടി, എന്നിട്ട് ഉറുമ്പ് ഓടി. ഈ ആന ഉറുമ്പിനെ പിടിക്കാനായിട്ട് പുറകെ ഓടിയപ്പോൾ ആന മരിച്ചു. ടൈം സ്റ്റാർട്ട്സ് നൗ. ടൈം ഔട്ട്. ഞാൻ പറയട്ടെ, നേരത്തെ ചോദിച്ചത് ഒരു വിമാനത്തിൽ 50 കല്ലുണ്ടായിരുന്നു. അതിനകത്ത് 0 കല്ല് താഴെ വീണു, ബാക്കി 5 ഉണ്ട്. ആ 0 കല്ലും വീണത് ഈ ഒരു ആനയുടെ തലയ്ക്കായിരുന്നു. എങ്ങനെയുണ്ട്? ഓക്കെ, ഇനി നെക്സ്റ്റ് കടങ്കഥയാണെന്നാണ് എനിക്ക് തോന്നണേ. കുസൃതി ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കടങ്കഥയാണോ കുസൃതി ആണോ എന്ന് അറിയില്ല. എന്ന് ഞാൻ പറയാം. 2 ഓപ്ഷൻസ് ഉണ്ട്, കടങ്കഥ അല്ലെങ്കിൽ കുസൃതി. എല്ലാവർക്കും അറിയുന്നതാണ്. ഉറുമ്പിന്റെ അപ്പന്റെ പേരെന്താ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ടൈം ഔട്ട്. ഉത്തരം ആൻഡപ്പൻ. അടുത്തത് ഉറപ്പായിട്ടും ഒരു എന്താ ഞാൻ ചോദിക്കാൻ വന്ന ഒരു കുസൃതിയാണ് കേട്ടോ. നിങ്ങൾ പക്ഷേ ഇത് കുസൃതി എല്ലാ കടങ്കഥ എല്ലാ നടക്കുന്ന കുസൃതികളൊന്നുമല്ല. നിങ്ങൾ കുറച്ച് മൈൻഡ് വെച്ചിട്ടാണ് നിങ്ങൾക്കത് ബുദ്ധി ഉണ്ടെങ്കിൽ കിട്ടത്തുള്ളൂ. ഞാൻ പറയാം. ഒരു പൂവൻകോഴി മരത്തിന്റെ മുകളിൽ കയറി മുട്ടയിട്ടു. എങ്ങനെ? ഒരു പൂവൻകോഴി മരത്തിന്റെ മുകളിൽ കയറി മുട്ടയിട്ടു. ഉത്തരം യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ടൈം ഔട്ട്. ഉത്തരം പൂവൻകോഴി മുട്ടയിടുവോ?
ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ബുദ്ധി ഉണ്ടെങ്കിൽ കളിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. അടുത്തത് ഇതേ മാതിരിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അല്ല, അങ്ങനെയൊന്നല്ല, ഒരു കടങ്കഥ. ഓക്കെ, അതിനൊരാള് പോയതാണ്. സോറി, ഞാൻ എത്ര നേരം നിന്നു. അപ്പൊ പറയാം. ചോദിക്കണേ. മുകളിൽ മഞ്ഞ ഉള്ളിൽ വെള്ള. മുകളിൽ മഞ്ഞ ഉള്ളിൽ വെള്ള. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഉത്തരം വാഴപ്പഴം. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഇത്ര അറിയത്തുള്ളൂ എന്നാണ്. എനിക്ക് ഒന്നുകൂടി ഉണ്ട് കേട്ടോ, കടങ്കഥയാണ്. ഇതുകൂടി കഴിഞ്ഞ് ഞാൻ നിർത്താണ്. ചെയ്യാം. ഗാന്ധിജി കാണാത്ത ഗേറ്റ്. ടൈം ഔട്ട്. ഉത്തരം കോൾഗേറ്റ്. ഞാൻ കാര്യം പറയട്ടെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവരുടെ മനസ്സിലും ഇന്ത്യ ഗേറ്റ് എന്നായിരിക്കും ആദ്യം വന്നിട്ടുണ്ടാവുക. എൻ്റെ അടുത്തൊക്കെ ആദ്യം എല്ലാവരും ചോദിച്ചപ്പോൾ ഇന്ത്യ ഗേറ്റ് എന്നാണ് എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നത്. അവരുടെ മനസ്സിലും അതുപോലെ തന്നെ ഇന്ത്യ ഗേറ്റ് എന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ത്യ ഗേറ്റ് ഗാന്ധിജി കണ്ടിട്ടില്ലേ? അങ്ങനെ കുറച്ച് ബുദ്ധി ഉപയോഗിച്ചൊന്ന് ജസ്റ്റ് ഇതാക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. നിർത്താൻ ആരുമില്ല, നിർത്താൻ ഞാൻ തന്നെ.